ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ മൂന്നാമത്തെ സിനിമ ആലപ്പുഴ ജിംഖാന കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇടിമൂടാണ്. നാളെ തന്നെ പോയിട്ട് ബോക്സിങ് പഠിക്കാൻ ചേരണം. കേരളത്തിലെ എല്ലാ ബോക്സിന്റെ സെന്റേഴ്സിലും നാളെ മുതൽ തിരക്കായിരിക്കും എനിക്ക് പറയാനുള്ളത്. തല്ലുമാല കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എവിടെ അടി ഉണ്ടായാലും മൂഡ് ഏതാ മൂഡ് ജിംഖാന മൂഡ് ഇത് പറയേണ്ട അവസ്ഥയില് തീർച്ചയായിട്ടും തീ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാൻ മാൻ തീയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ശരിക്കും പടം തീ പറക്കും അറിയില്ലേ അമ്മ പടം. കാരണം ഞാന് പടത്തിന് കയറുന്ന സമയത്ത് എനിക്കിങ്ങനെയുള്ള ഒരു സാധനം ഉള്ളത് നെസ്ലിനാണ്. നെസ്ലിൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിലൊക്കെ ഈ സാധനത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സ്പോർട്സ് ജോണറാണ്. ഇതിനകത്ത് വരുമ്പോൾ ഈ ബോക്സിങ് ഓക്കെ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ പണി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോസ്റ്റേഴ്സും എല്ലാം പോസിറ്റീവ് അതിൽ നിന്ന് ഇറങ്ങാൻ വരുമ്പോ ഇവന്റെ ബോഡി വന്ന ട്രാൻസ്ഫോർമേഷൻ ഇവരെല്ലാരും വരുത്തിണ്ടല്ലോ. നെസ്ലിനാണ് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് ചെക്കന്മാർ. അങ്ങനെ ട്രെയിലറിലൊക്കെ അത് വ്യക്തമായിരുന്നു. ഞാൻ വീണ്ടും നോക്കിയിരുന്നേ ഖാലിദ് റഹ്മാൻ എങ്ങനെയാണ് ഈ സിനിമയിൽ നെസ്ലിനെ ഉപയോഗിക്കുന്നത്. നെസ്ലിനെ ഈ സിനിമയിൽ ഖാലിദ് റഹ്മാൻ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതാണ് ഈ സിനിമയുടെ മോസ്റ്റ് എന്താ പറയാ ഏറ്റവും വലിയ USP. അതാണ് അയാളെ ബുദ്ധി എന്ന് പറയുന്നത്. നെസ്ലിനെ എടുത്തിട്ട് അവരങ്ങോട്ട് ഭയങ്കര പപ്പടം അടിപൊളിയാക്കിയെങ്കിൽ, അതായത് കൺവെൻഷണൽ സാധനങ്ങളിലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതാണ് കൺവെൻഷണൽ സിനിമ പ്ലോട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഗട്ട്സ് തന്നെയാട്ടോ സീരിയസ്ലി. പിന്നെ യങ് ബഞ്ച് മാൻ മലയാള സിനിമ സേഫാണ്. അത് ഇനി ഒരുപാട് പയ്യന്മാരായിരുന്നു. ഗണപതി ആണെങ്കിലും ലുക്മാൻ ആണെങ്കിലും നെസ്ലിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ പയ്യന്മാരും ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന അടിപൊളി ഒരു രക്ഷയില്ല. ഇവരെ വെച്ച് പടം ചെയ്താൽ മതി. കമ്മിങ് ടു ദിസ് മൂവി ഒരു എന്താ പറയാ ബോക്സിങ് സംഗതിയൊക്കെ ഉള്ള ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു കൂട്ടം പയ്യന്മാര് അവരുടെ അറിയാലോ ഒരു ടീൻ ടൈമൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഇനി ലൈഫിൽ എന്ത് ചെയ്യണം, വാഴ ലൈഫാണ് നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ പഠിത്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നാ ഇതെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ട് വരും. ഒരു ഫസ്റ്റ് ടൈം ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതിന്റെ മുകളിലാണ് ഈ ബോക്സിങ്ങിനോട് അവർക്കൊരു ക്രേസ് തോന്നി തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ അത് ഓക്കെ എന്നാ ഇനിയിപ്പോൾ പഠിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, ഇടിച്ചെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പരിപാടി അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇടി പഠിച്ചു. അങ്ങനെ ഇടി പഠിച്ചോന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇടി പഠിക്കുന്നൊക്കെ കോമഡിയാണ്. അതൊക്കെ ഭയങ്കര എന്താ പറയുക സിറ്റുവേഷണൽ കോമഡി കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെയും നമുക്ക് ഒന്നും മുഴച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. വെരി എൻഗേജിങ് ഫസ്റ്റ് ഹാഫ്, വെരി എൻഗേജിങ്. ഫാമിലി ആയിട്ടുള്ള ആളുകൾ ലേഡീസ് ഒക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇത് ഫുൾ ഫൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഖാലിദ് റഹ്മാൻ ഇതിനെന്താ അറിയോ, ഇതിന്റെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞിട്ട് വരാം ഫൈറ്റിക്ക്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഇങ്ങനെ ഇവർ ഈ പറഞ്ഞ പരിപാടി പഠിക്കാൻ നടക്കുന്നു. ആ പരിപാടി പഠിക്കാൻ നടക്കുന്നതിലേക്ക് നമ്മുടെ കോട്ടയം നസീറിന്റെ ക്യാരക്ടർ വരുന്നു, അതിന്റെ ലുക്മാന്റെ ക്യാരക്ടർ വരുന്നു. പിന്നെ ഇവരൊക്കെ ആലപ്പുഴ തന്നെ ആണെങ്കിലും പല പല സ്ഥലത്തു നിന്ന് വന്ന് ഗ്രൂപ്പ് ആവുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര്. പിന്നെ അങ്ങനെ ഒരു ഗ്യാങ് ആവുന്നു. പിന്നെ അവർ അങ്ങോട്ട് തുടങ്ങുകയാണ്. നെസ്ലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥിരം കോഴി ആർക്കിനകത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ കോഴി ആർക്ക് പൊട്ടി ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ആവൂ എന്നുള്ളൊരു അതായിരുന്നു എൻ്റെ ഒരു ഇത്. ഓക്കെ, അത് നിങ്ങൾ തിയേറ്ററിൽ കയറി കാണണം, അല്ല പറയണ്ട, തിയേറ്ററിൽ കയറി കാണുന്നത് നിങ്ങൾക്ക് നല്ലത്. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ വെച്ച കുറേ ക്യാരക്ടേഴ്സിന്റെ കുറെ എന്താ പറയാ ഇപ്പൊ ബേബി ജീന് കൊടുത്ത് അല്ലെ, ബേബി ജീന് കൊടുത്തൊരു സംഗതിക്ക് സ്പേസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഒട്ടും ബേബി ജീനെ നമ്മൾ എങ്ങനെയാണോ ബേബി ജീനായിട്ട് ആ വ്യക്തി നമ്മൾ ഇന്റർവ്യൂസിലും ഒക്കെ കണ്ടിട്ടുള്ള അല്ലേ. പക്ഷെ ബേബി ജീൻ ഇതില് ബേബി ജീനാണ്, പേരൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ബേബി ജീൻ പക്ഷെ കറക്റ്റ് കാസ്റ്റിംഗ് ആയിട്ടാണ്. ആ ഷിഫാസ് അഹമ്മദ് മറ്റേ ഇത് ചെറുതും വലുതും ഷിഫാസ് എന്ന് പറഞ്ഞ അവന്മാരല്ലേ അടിപൊളി കേട്ടോ. ചെറുതും വലുതും ഒരു മോശം പറയാനില്ല. പിന്നെ നമുക്ക് ആ ഇവര് അനകാരവി അനകാരവിന്റെ ഒരു ഫൈറ്റ് അല്ലേ, അനകാരവിന്റെ ഒക്കെ ഒരു ഫൈറ്റ് ഒക്കെ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് അപ്പൊ ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്തു. ആസ് യൂഷ്വൽ ഒരു സ്പോർട്സ് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സിനിമ ഒരു സ്പോർട്സ് സിനിമയ്ക്ക് ആയി മാറുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് എത്തി. ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഇന്റർവെൽ ബ്ലോക്ക്, ഫസ്റ്റ് ഹാഫിന് ഇന്റർവെൽ ബ്ലോക്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇനി എന്താണ് വരാൻ പോണത്. അപ്പൊ നമ്മളെ എക്സ്പെക്ടേഷനിൽ ഇത് റെഗുലർ സ്പോർട്സ് മൂവിക്ക് സാധാരണ പ്രതീക്ഷിച്ചിട്ട് ആ ഒരു രീതിയിലാണ്. സെക്കൻഡ് ഹാഫ്
തുടങ്ങിയപ്പോൾ കാര്യങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട മാറ്റങ്ങളാണ്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഫുൾ ഇടി എന്ന് പറഞ്ഞാൽ ഇടിയോട് ഇടീനിടയിൽ നെസ്ലിന്റെയും പിന്നെ നമ്മുടെ ബേബി ജീന്റെയും കുറച്ച് പൊട്ടുപൊടി തക്കിട തരികിട പരിപാടികളും അങ്ങനത്തെ ഒരു സംഗതിയും, പിന്നെ നമ്മുടെ കോച്ചായിട്ട് വരുന്ന നമ്മുടെ ഇവന്റെ ലുക്മാന്റെ ഒരു ആർക്ക് ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സാധനം എന്തുകൊണ്ട് എന്നുള്ള ഒരു സംഗതി ഉള്ളതും കൂടി ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫ് കൊണ്ട് തുടങ്ങി. സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു ഇടിമൂട് തുടങ്ങിയപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇടി ആവുമ്പോൾ നമുക്കത് അങ്ങനെയാണല്ലോ യൂഷ്വലി, ഇടി ആവുമ്പോൾ ഇത് എത്ര ഇടിക്കും, അല്ലെങ്കിൽ ഇത് എന്ത് ഇടി തന്നെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇതിൽ ഖാലിദ് റഹ്മാൻ ആസ് എ ഡയറക്ടർ അയാളുടെ ഒരു ഞാൻ കണ്ടൊരു ബ്രില്യൻ സ്ട്രാറ്റജി. അല്ലെ ഇടി മാത്രമായിരുന്നെങ്കിൽ അത് ബോറടിച്ചേനെ. നമ്മളങ്ങനെ സീറ്റിൽ അങ്ങനെ ഇരുത്താണ് സ്ക്രീനിക്ക്. അതായത് എല്ലാവരും ഇടികളും ഇവർ ഇടിക്കാൻ പോകുന്ന ഓരോരുത്തരുടെ ഇടിയിലും നമുക്കൊരു ക്യൂരിയോസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്റെ ഇടി കാണിച്ച് ബാക്കി എല്ലാം ഫാസ്റ്റ് ആയിട്ട് പിന്നെ ലാസ്റ്റിക്ക് കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ആ സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്തു, ഇടി കൊണ്ടുപോയിട്ട് നമ്മളൊരു ഫൈറ്റ് കാണാൻ പോയ പോലെ തന്നെ ഓരോരുത്തർ ഇടി നമ്മൾ കാണാൻ. ടെക്നിക്കലി ഇപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ ബോക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ടെക്നിക്കലി അതിലൊരു പ്രശ്നമുണ്ടോ ഇല്ല, അല്ലെങ്കിൽ ടെക്നിക്കലി ഇങ്ങനെ അത് നല്ല പഠിച്ച് ചെയ്ത സിനിമ പോലെ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തോന്നിയത്. നമുക്ക് കാണുമ്പോൾ കൺവിൻസ്ഡ് ആണ്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബോക്സിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺവിൻസ്ഡ് ആണ്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവന്മാരൊക്കെ അടി കൂടാൻ വരുന്ന ബാക്കി ക്യാരക്ടേഴ്സ് അവരവരുടെ പേര് നമുക്കറിയില്ല. ഇവരെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു പക്ക പ്രൊഫഷണൽസ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതെ, അവർക്ക് വേണ്ടി തോറ്റു കൊടുക്കണതോ അല്ലെങ്കിൽ ഇവരെ മുകളിൽ ജയിക്കണതോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും നല്ല ക്ലീൻ സാധനങ്ങളാട്ടോ അവന്മാരൊക്കെ ഒരു എന്താ പറയാ, ശരിക്കും അവരൊക്കെ ഈ സിനിമേന്റെ ഭയങ്കര പാർട്ടാണ്. ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ അവിടെ വരുന്ന ആളുകളൊക്കെ. കാരണം ഇന്ത്യയൊക്കെ പോലെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ത്രില്ലിംഗ് ആക്കുന്ന സാധനം ഒരു സ്പോർട്സ് മൂവിക്ക് വേണ്ട എല്ലാ സാധനമുണ്ട്. പക്ഷെ കൺവെൻഷണൽ ആയിട്ട് ഒരു സ്പോർട്സ് സിനിമ കാണുമ്പോൾ നമുക്കൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, അങ്ങനെ ആവും. അതല്ല, ഇതിനകത്ത് കുറെ മാറ്റങ്ങളുണ്ട്. ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു ഫീലും കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകൾ അത് കുറച്ച് റിയൽ ആണ്. അത് ഭയങ്കരമായിട്ട് ഇതിലൊരു സ്ലോ മോഷനോ സെറ്റപ്പ് ഒന്നുമില്ല. ശരിക്കും അവർക്ക് അതൊക്കെ അടി എന്ന് പറഞ്ഞാൽ പൂരടി അടിയാണെങ്കിൽ നമ്മൾ കണ്ണെടുക്കാതെ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന രീതിയിലുള്ള അടി. ഫൈറ്റ് ഒക്കെ വെച്ചത് ഇതിന്റെ ക്ലൈമാക്സിൽ അടിയാണ്. റിംഗ് എന്നുള്ള അടി, റിംഗിന്റെ പുറത്തുള്ള അടി, രണ്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിൽ ഞാൻ ഇത് വയലൻസ് കാണിക്കാനോ അടി കാണിക്കാനോ കുറെ ചോര തെറിപ്പിക്കണം അല്ലെങ്കിൽ കുറെ മറ്റത് അങ്ങനെയൊന്നും ഇങ്ങനെ മതി. ഇത് മതി, തെറിച്ചിട്ടില്ല. അങ്ങനത്തെ അടി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടത്തല്ലാണെങ്കിൽ പോലും അതിനകത്ത് ആ സാധനം ഉണ്ട് അല്ലെ. വയലൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ അടിയിൽ ബ്ലഡ് കുത്തി കയറ്റുമ്പോഴാണ് ഈ വയലൻസ് ആവുന്നത്. അതേ സെയിം സാധനമാണ് അടി. ഇതിൽ നല്ല സൂപ്പർ അടി ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു തരത്തിലും ഒരു അയ്യോ എന്ന് തോന്നുന്ന രീതിയിലോ ഒന്നും അല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന അടി. നല്ല അടി. അതിനിടയിൽ നെസ്ലിന്റെ ക്യാരക്ടർ കീപ്പ് ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ട് ഇതിനകത്ത്. ആ സാധനം നെസ്ലിൻ പിടിച്ച പിടി മാൻ അല്ലേ. നെസ്ലിൻ അത് ക്ലീൻ ആയിട്ട് പിടിച്ചു കേട്ടോ. ക്ലീൻ ആയിട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ക്രിഞ്ചായി തോന്നാം. നെസ്ലിൻ അവരെ മാത്രമേ നമ്മളെയും ശരിക്കും ആ ക്യാരക്ടർ നെസ്ലിന്റെ ഇങ്ങനെയാണെന്ന് നമ്മളെ കൺവിൻസ് ചെയ്തു. അല്ലാതെ ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ സെറ്റിന്റെ ഒരു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടി ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടി നമ്മളെ അനഘരവിന്റെ അടി. ഡാൻസിങ് റോസ് ഇല്ല നമ്മളെ സാർപ്പട്ട പരമ്പര, ആ സിനിമയിലെ ഡാൻസിങ് റോസിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ശരിക്കും ഒരു സിനിമ എന്ന് മാറിയിട്ട് ശരിക്കൊരു ബോക്സിങ്, ഒരു റിംഗിൽ നടക്കുന്ന ബോക്സിങ് ശരിക്കും കാണുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മളെ എൻജോയ് ഭയങ്കരമായിട്ട് ചെയ്തു കേട്ടോ ആ സാധനം. ഞാൻ അവരുടെ ക്യാരക്ടർ അനഘരവിന്റെ ക്യാരക്ടർ ഇങ്ങനെ പോണ വഴിക്ക് എനിക്ക് തോന്നി ഫൈറ്റിങ്ങിനെ കുറിച്ച് അറിയാത്ത നമ്മൾ വരെ ഇങ്ങനെ ഫൈറ്റിംഗ് കണ്ടിരുന്നു പോയി. അനഘരവിന്റെ ക്യാരക്ടറിന് ആദ്യം എനിക്ക് തോന്നിയാണ് ആദ്യം മുതൽ ഇങ്ങനെ ഈ മീറ്റർ തന്നെ ആവും, വലിയ മാറ്റൊന്നും വരാൻ പോലും. പക്ഷെ അതിന് കൊടുത്തൊരു ഹൈ നമ്മൾ സ്ക്രീനിലൊക്കെ ചിലപ്പോൾ നല്ലൊരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് ഒക്കെ കാണുമല്ലോ, അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യല്ലോ. അതേപോലെ അവര് ഒരു ഭയങ്കര ഫ്ലോയിലാണ് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. അത് അവര് ശരിക്കും ഇടുക്കിയാണ് നമുക്ക് തോന്നും അല്ലെ. അതൊരു സിനിമയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യണ പോലെ അല്ലാതെ ശരിക്കും ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുക്കണ പോലെ തന്നെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപ്പടം അല്ലെ. നല്ല യങ് വൈബ് അടിച്ച നല്ല കിണ്ണം കളിച്ച ലുക്മാന്റെ ഫൈറ്റും ഒരു രക്ഷയുണ്ടായിരുന്നു. ലുക്മാൻ എന്താ പറയുക, ലുക്മാന്റെ ഓരോ അടി ഉണ്ടല്ലോ ശരിക്കും ഓരോ അടി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരിത്തരിപ്പ് വരും. അടി ഇങ്ങനെ ശരിക്കും കൊള്ളണത് ശരിക്കും ഒരു കോച്ച് അടിക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവില്ല. ആ അടി അങ്ങനെ തന്നെ. ചെറിയൊരു ഇത് പറയാനുള്ളത്, ലുക്മാന്റെ ക്യാരക്ടറിന് ഇത്രയും കൂടി ഡെപ്ത് കൊടുക്കുക.
ആ ക്യാരക്ടർ എന്താണ് കാരണം ഒരു പക്ഷെ എന്താ പറയാ ആ ക്യാരക്ടറിന് അങ്ങനെ ഡെപ്ത് കൊടുത്താൽ ഹീറോ അങ്ങോട്ട് മാറും, അവിടെ ഷിഫ്റ്റ് ആവും, ബാലൻസ് ചെയ്ത് പോവാണ്. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ലുക്മാന്റെ ക്യാരക്ടറിനുണ്ടല്ലോ ആ ഒരു ബോഡിയും ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചതും എല്ലാം കൊണ്ടും ലുക്മാന്റെ ക്യാരക്ടർ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ. ലാസ്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ മസിൽ പിടിച്ച് ലുക്മാൻ നിൽക്കുന്നത് ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയി. അതിന് പകരം ആ സാധനം കുറച്ച് കാണിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അപ്പൊ പ്രശ്നമാണ് അങ്ങനെ ഷിഫ്റ്റ് ആവും, ആ ബാലൻസ് ഷിഫ്റ്റ് ആവും എന്നുള്ളതുകൊണ്ടായിരിക്കണം. എന്താണെങ്കിലും എനിക്ക് അടി കാണുമ്പോഴേ ഭയങ്കര ശരിക്കും കോച്ചായിട്ട് വന്നിട്ട് ഇടിക്കുമ്പോ നമ്മൾ ആ ഒരു കോച്ചിന്റെ ഒരു പവർ വേറെ ഉണ്ടാവുമല്ലോ, ഒരു എക്സ്ട്രാ പഞ്ച്, അത് ഭയങ്കര കറക്റ്റ് അടിപൊളി. ജിംഷി ഖാലിദ് ഇങ്ങനായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ. സിനിമാറ്റോഗ്രാഫർ തല്ലുമാലേന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ് അങ്ങനെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണണ്ടേ ആ സിനിമാറ്റോഗ്രാഫിയിൽ. കാരണം ഇത് അടി എടുക്കുക എന്ന് പറഞ്ഞാൽ പാടാ. കാരണം കൂട്ടത്തിലും വട്ടത്തിലും ഫൈറ്റ്, ക്യാമറമാൻ കുറച്ച് കടന്നിട്ട് ഇയാൾ കുറച്ച് കടന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും എനിക്ക് ആ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. ഫൈറ്റ് കാണുമ്പോൾ ക്യാമറ വെച്ചോരോ ആംഗിൾ റിങ്ങിലെ ഫൈറ്റ് ആണെങ്കിലും ഇവരൊക്കെ ഇത് ഇടി പഠിച്ചു വരുന്നവരാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണ്. ഓപ്പോസിറ്റുള്ളവർ എനിക്ക് തോന്നുന്നത് ഇനി പ്രൊഫഷണൽസ് ആണോ അതോ ഇതിനു വേണ്ടി പഠിച്ചവരാണോ അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ അടിയിൽ കുറച്ച് സ്ലോസ് ഉണ്ട്, കുറച്ച് മൂവ് ഒക്കെ എടുക്കാൻ അല്ലേ നല്ല പാട് വിട്ടിട്ടുണ്ട്. മൂവ്മെന്റ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗെയിം ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആയിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെ മൊത്തത്തില് ഒരു എന്താ പറയാ നല്ല വൈബിളുള്ള പടം യൂത്തിന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കയറി കാണണമെന്നൊന്നും പറയേണ്ട ആവശ്യം നിൽക്കുന്നില്ല, എല്ലാവരും ഇടിച്ചു കയറി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് തിയേറ്ററിൽ. അടിപൊളി പടം. യൂത്തിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻഗേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ യൂത്തിനെ നല്ല രീതിയിൽ എന്താ പറയാ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു യൂത്ത് ഇടിപ്പടം. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്താ പറയാ യൂത്തിനെ സിനിമേന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നന്നായി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യം നല്ല സിനിമയുടെ ഒന്നും പറയാനില്ല. അപ്പൊ ഇന്ന് നമ്മള് 3 പടം കണ്ടു. ഇനി ഞങ്ങള് വേറൊരു പടം പെൻഡിങ് വെച്ചിട്ടുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി. ഗുഡ് ആണോ ബാഡ് ആണോ പറയാത്ത ഞങ്ങളിങ്ങനെ നിക്കാണ്. നമുക്കത് നാളെ കാണാം. ഇനി വയ്യ, 3 ഇറങ്ങിയതാണ്. അതെ, ഫുഡ് പോലും മര്യാദയ്ക്ക് വെച്ചില്ല. സോ ഗൈസ് ലാസ്റ്റ് പടം കണ്ടുപോണത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അടിപൊളി പടം. എനിക്ക് ഒന്നുകൂടെ കാണുന്നത് ഭയങ്കര ഞങ്ങൾ ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിൽ ഞങ്ങള് 3 പടം എൻജോയ് ചെയ്തിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ് അല്ലെ, 3 പടം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്.